ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ എന്ന സ്റ്റേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലെ ഫിൽട്രേഷൻ എന്ന സ്റ്റേജിന് ശേഷം വരുന്ന വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. ഡിസിൻഫെക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രോയിങ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസം പ്രസൻറ്റ് ഇൻ വാട്ടർ. ഈ ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെ കോമൺ ആയിട്ട് പാത്തജൻസ് എന്നാണ് പറയുന്നത്. ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതിലൂടെ ആ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൂടാതെ തന്നെ ഫ്യൂച്ചർ പോസിബിൾ കണ്ടാമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷനും നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. സോ ദ സബ്സ്റ്റൻസ് വിച്ച് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് ഡിസിൻഫെക്ഷൻ ഈസ് നോൺ ആസ് ഡിസിൻഫെക്റ്റൻറ്റ്. മീൻസ് ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്താണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ബ്രീഫായിട്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻറ്റ് വേണ്ട പ്രോപ്പർട്ടീസ് ഞാൻ പറയാം. ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻ റിമൂവൽ. അത് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ഫാസ്റ്റ് റേറ്റ് ഓഫ് റിമൂവൽ സാധ്യമായിരിക്കണം. പിന്നീട് ഇറ്റ് ഷുഡ് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഈസ് ഹാംഫുൾ ടു ഹ്യൂമൻ ബീയിങ്. മീൻസ് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ മാത്രമായിരിക്കും അത് റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് റെസിഡ്വൽ പവർ. മീൻസ് ഈ ഒരു അപ്ലിക്കേഷന് ശേഷവും ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം ഫ്യൂച്ചർ കണ്ടാമിനേഷനിൽ നിന്നൊക്കെ. സോ ഇത്രയാണ് ഒരു ബേസിക് ലെവലിൽ ഡിസിൻഫെക്ഷനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് ഡിസിൻഫെക്ഷൻ. എന്തൊക്കെയാണ് മെക്കാനിസം നാം ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഒന്ന്, ബൈ ഡാമേജിങ് സെൽ വാൾ ഓഫ് ഓർഗാനിസം ആർ ഡിസ്ട്രോയിഡ്. മീൻസ് ഓർഗാനിസത്തിൻ്റെ സെൽ വാൾ ഡിസ്ട്രോയ് ചെയ്യുന്നതിലൂടെ ആ മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നു. സെക്കൻഡ് ഈസ് ബൈ ഡാമേജിങ് പ്രോട്ടോപ്ലാസം ഓർഗാനിസം ആർ ഡിസ്ട്രോയിഡ്. ആ മൈക്രോ ഓർഗാനിസത്തിലെ പ്രോട്ടോപ്ലാസം ഡിസ്ട്രോയ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. തേർഡ്, ബൈ ആൾട്രേഷൻ ഓഫ് സെൽ വാൾ. എന്തെങ്കിലുമൊക്കെ ആൾട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ മൈക്രോ ഓർഗാനിസത്തെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ ഫോർത്ത് മെക്കാനിസം ഈസ് ബൈ പ്രസിപ്പിറ്റേറ്റിംഗ് എൻസൈംസ് ആൻഡ് ന്യൂട്രിയൻസ് മൈക്രോ ഓർഗാനിസംസ് ആർ ഇൻഹിബിറ്റഡ്. പലതരത്തിലുള്ള എൻസൈംസും ന്യൂട്രിയൻസും ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഓർ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ള 4 മെക്കാനിസം ഓഫ് ഡിസിൻഫെക്ഷൻ. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡിസിൻഫെക്റ്റിംഗ് മെത്തേഡ്സ്. എന്തൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ ഡിസിൻഫെക്ഷൻ സാധ്യമാവുന്നത്? കോമൺ ആയിട്ട് ഡിസിൻഫെക്റ്റിംഗ് മെത്തേഡ്സിനെ നമുക്ക് 2 തരംതിരിക്കാം. ഒന്ന് ഫിസിക്കൽ മെത്തേഡ്, 2 കെമിക്കൽ മെത്തേഡ്. അത് അവിടെ കാണിച്ചിട്ടില്ല. ഫിസിക്കൽ മെത്തേഡിൽ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ബൈ ഹീറ്റ് എനർജി, അതിൻ്റെ എക്സാമ്പിളാണ് ബോയിലിംഗ്. സെക്കൻഡ് ഈസ് ബൈ ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ UV റേയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസിൻഫെക്ഷൻ മെത്തേഡിനെയാണ് ബൈ ലൈറ്റ് എനർജി എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിസിൻഫെക്റ്റിംഗ് മെത്തേഡായ കെമിക്കൽ മെത്തേഡ്സിൽ 5 തരത്തിലുണ്ട് കെമിക്കൽ മെത്തേഡ്സ്. ഒന്ന് ബൈ യൂസിങ് എക്സസ് ലൈം. സെക്കൻഡ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെറ്റൽ അയോൺസ്. തേർഡ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ആൻഡ് ഫോർത്ത് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ഓസോൺ. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ഹാലോജൻ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. ഈ ഓരോ മെത്തേഡിനെ ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഫിസിക്കൽ മെത്തേഡായ ബോയിലിംഗ്. ബോയിലിംഗ് എന്ന് വെച്ചാൽ വാട്ടറിലെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അബൌട്ട് 80 to 90 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ റേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ മൈക്രോ ഓർഗാനിസത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ദർബൈ വി ക്യാൻ എലിമിനേറ്റ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം കണ്ടാമിനേറ്റഡ് വാട്ടർ. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും മൈക്രോ ഓർഗാനിസത്തെ. ഇറ്റ്സ് എ ഫാസ്റ്റ് ആൻഡ് റാപ്പിഡ് മെത്തേഡ്. ബട്ട് ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നോ റെസിഡ്വൽ പവർ. ഈ മെത്തേഡിൽ യാതൊരു റെസിഡ്വൽ പവറും നമുക്ക് ലഭിക്കുന്നില്ല. മീൻസ് ബോയിൽ ചെയ്യുന്ന ടൈമിൽ ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യപ്പെടും. ഫർദറായിട്ടൊരു പ്രൊട്ടക്ഷനും നമുക്ക് ഈ ബോയിലിംഗ് മെത്തേഡിലൂടെ ലഭിക്കുന്നില്ല. പിന്നീട് ഇത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നു ഈ വാട്ടറിൽ ബോയിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട്. ആൻഡ് വൈൽ കമ്പയറിങ് ടു അതർ മെത്തേഡ് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡുമാണ്. മീൻസ് ബൾക്ക് വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒന്നും ഈ ബോയിലിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് മെത്തേഡ് UV റേ ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു മെത്തേഡിൽ UV റേ ഇൻ ദ വേവ് ലെങ്ത് ഓഫ് 250 to 260 നാനോമീറ്റർ. ദാറ്റ് റേഞ്ച് ഹാവ് ഹൈ ഡിസ്ട്രക്റ്റീവ് പവർ. ആ ഒരു റേഞ്ചിൽ UV റേ നമ്മൾ നൽകുന്നു വാട്ടറിലേക്ക്. ഈ ഒരു UV റേ സെല്ലിലൂടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിലൂടെ കടന്നുപോയിട്ട് പ്രോട്ടോപ്ലാസത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ദർബൈ വി ക്യാൻ എലിമിനേറ്റ് മൈക്രോ ഓർഗാനിസം. ഈ ഒരു മെത്തേഡിൽ റിമൂവൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര ടൈം നമ്മൾ ആ UV റേ നൽകുന്നു, അതും പിന്നീട് അതിൻ്റെ വേവ് ലെങ്ത്തും, ഇവയൊക്കെയാണ് UV റേ യൂസ് ചെയ്തിട്ടുള്ള ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ഇതൊരു ക്വിക്ക് മെത്തേഡാണ്. നോ ഓർഡർ ആൻഡ് ടേസ്റ്റ് അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും ഉണ്ട് ഈ മെത്തേഡിൽ. പിന്നീട് ഒരു പ്രസിപ്പിറ്റേറ്റും ഈ മെത്തേഡിലൂടെ ഉണ്ടാവുന്നില്ല, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണിത്. ആൻഡ് ദിസ് ഓൾസോ ഡിസൻറ്റ് ഗിവ് എനി റെസിഡ്വൽ പവർ ടു വാട്ടർ. രണ്ടുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്സ് ആണ്. അതിൽ ഒന്നാമത്താണ് ട്രീറ്റ്മെൻറ്റ് വിത്ത് എക്സസ് ലൈം. വി ഓൾ നോ മൈക്രോ ഓർഗാനിസം ആർ സെൻസിറ്റീവ് ടു pH. At extreme pH, the growth of microorganisms are inhibited. അതുകൊണ്ട് നമ്മൾ ലൈം ആഡ് ചെയ്തിട്ട് വാട്ടറിലെ pH ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അബൌട്ട് 9.5 pHൻ്റെ മേലെ മൈക്രോ ഓർഗാനിസത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ദെർബൈ വി ക്യാൻ എലിമിനേറ്റ് മൈക്രോ ഓർഗാനിസം ഫ്രം വാട്ടർ. പക്ഷേ ഈ മെത്തേഡിലെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ലൈം ആഡ് ചെയ്യുന്നതിലൂടെ വാട്ടറിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കും. എന്നിട്ടൊരു മിൽക്കി ഒപ്പാക്നെസ് കളർ ആ വാട്ടറിന് ലഭിക്കും. ഇതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ പിന്നീട് റീകാർബണേഷൻ ചെയ്യണം. മീൻസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ ഹോൾ മെത്തേഡ് വിൽ ഓൾസോ ബിക്കം എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ബൾക്ക് വാട്ടറിലൊന്നും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിത്ത് സിൽവർ അയോൺസ്. മെറ്റൽ അയോൺ സച്ച് ആസ് കോപ്പർ, സിൽവർ ഇവയ്ക്കൊക്കെ നല്ല ജെർമിസൈഡൽ പവറുണ്ട്. ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളൊരു പവറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് സിൽവർ ഈസ് നോൺ ആസ് ഇലക്ട്രോ കാറ്റഡൈൻ പ്രോസസ്. സിൽവറിൻ്റെ ഒരു ചെറിയ ഡോസ് തന്നെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രോയ് സാധ്യമാക്കും. ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് മെത്തേഡ്. സോ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഇതൊരു സ്ട്രോങ് കെമിക്കൽ ഓക്സിഡൻ്റ് ആണ്. വളരെ എക്കണോമിക്കലായിട്ടുള്ളൊരു മെത്തേഡുമാണിത്. ഇറ്റ്സ് എ ചീപ്പസ്റ്റ് കെമിക്കൽ കോമ്പൗണ്ട് ആക്ച്വലി. ബട്ട് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ടേക്ക് 24 to 48 hours ടൈം ടു ഡിസിൻഫെക്റ്റ് വാട്ടർ. വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റൂറൽ വെൽസിലൊക്കെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ചീപ്പാണിത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ഓസോൺ. ഡിസിൻഫെക്റ്റിംഗ് വിത്ത് ഓസോൺ ഈസ് നോൺ ആസ് ഓസോണൈസേഷൻ. ഇറ്റ്സ് മോസ്റ്റ് ഹാപ്പനിങ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ. ഇതൊരു ബെസ്റ്റ് മെത്തേഡായിട്ട് കണക്കാക്കാം. കാരണം ഇതിലൂടെ നമുക്ക് കുറച്ച് റെസിഡ്വൽ പവർ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് വാട്ടറിൽ. മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ വാൾ ഡാമേജ് ചെയ്തിട്ടാണ് ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഓർഗാനിസത്തെ. കൂടാതെ ഇത് വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നന്നാക്കുകയും ചെയ്യും. കൂടാതെ ഇതിന് സൈഡ് എഫക്റ്റും കുറവാണ് ഓസോൺ യൂസ് ചെയ്യുന്നതിലൂടെ. ആൻഡ് ഓസോൺ ഈസ് ജനറേറ്റഡ് ബൈ ഓസോണോമീറ്റർ. ആൻഡ് ഐ ആം നൗ ഡിസ്കസിങ് ദ ലാസ്റ്റ് മെത്തേഡ്, ട്രീറ്റ്മെൻറ്റ് വിത്ത് ഹാലോജൻ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ്. Halogen group of chemicals such as bromine, iodine, chlorine are powerful oxidant and destroy organism effectively. ഇതിൽ ബ്രോമിനും അയഡിനൊക്കെ ഒരു ടാബ്ലറ്റ് രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്ലോറിൻ. ക്ലോറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് ക്ലോറിനേഷൻ? ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ യൂസിങ് ക്ലോറിൻ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ആസ് ക്ലോറിനേഷൻ. ക്ലോറിൻ ഈസ് യൂസ്ഡ് ഇൻ ബൾക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ബൾക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ക്ലോറിനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വൈ മീൻസ് ഇറ്റ് ഈസ് വെരി ചീപ്പ് കമ്പയർ ടു അതർ കെമിക്കൽസ്. ആൻഡ് ഡിസിൻഫെക്ഷൻ യൂസിങ് ക്ലോറിൻ ഈസ് വെരി എക്കണോമിക്കൽ. ക്ലോറിൻ നല്ല റെസിഡ്വൽ പവറും വെള്ളത്തിന് നൽകും. സോ ക്ലോറിന് മറ്റുള്ള കോമ്പൗണ്ട്സിനെ അപേക്ഷിച്ച് അഡ്വാൻറ്റേജസ് കൂടുതലാണ്. സോ വി ആർ കോമൺലി യൂസ്ഡ് ഇൻ ബൾക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൾ. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ റിയാക്ഷൻ സംഭവിക്കുന്നത് ഒരു ക്ലോറിൻ വെള്ളത്തിലേക്ക് ഇട്ടാൽ. എങ്ങനെയാണ് ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തെ. ആദ്യം തന്നെ നമ്മൾ ക്ലോറിൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈഡ്രോളൈസേഷൻ സംഭവിക്കും അവിടെ. അങ്ങനെ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവുന്നു. പിന്നീട് ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അയോണൈസേഷൻ സംഭവിച്ച് ഹൈപ്പോക്ലോറൈറ്റും ഉണ്ടാക്കുന്നു. സോ ക്ലോറിൻ ഹൈഡ്രോളൈസ് ചെയ്യുന്നതിലൂടെ ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവും. പിന്നീട് ഹൈപ്പോക്ലോറസ് ആസിഡ് അയണൈസേഷൻ സംഭവിക്കുന്നതിലൂടെ ഹൈപ്പോക്ലോറൈറ്റ് അയണും ഉണ്ടാവുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ് അയോൺ പ്രൊഡ്യൂസ് ഇൻ വാട്ടർ ടുഗദർ ഈസ് നോൺ ആസ് ഫ്രീ ക്ലോറിൻ ഓർ ഫ്രീ അവൈലബിൾ ക്ലോറിൻ. പിന്നീട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രക്ഷന് ഈ ഫ്രീ ക്ലോറിനാണ് കാരണമാവുന്നത്. മീൻസ് free chlorine will penetrate through cell wall of microorganism
ആൻഡ് ദെർബൈ ഡിസ്ട്രോയ് ഓർഗാനിസംസ്. സോ ഇങ്ങനെയാണ് ക്ലോറിൻ മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഹൈപ്പോക്ലോറസ് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് മോർ പവർഫുൾ ദാൻ ഹൈപ്പോക്ലോറൈറ്റ് അയോൺ. പക്ഷേ ഇതിൻ്റെ ഇവരെ പ്രൊഡക്ഷൻ pH സെൻസിറ്റീവ് ആണ്. മീൻസ് pH വാല്യൂ ലെസ് ദാൻ 7.5 ആണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിരിക്കും ഹൈപ്പോക്ലോറൈറ്റ് അയോണിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത്. ബട്ട് ഇൻ കേസ് pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7.5 ആണെങ്കിൽ ഹൈപ്പോക്ലോറൈറ്റ് അയോണാണ് ഹൈപ്പോക്ലോറസ് ആസിഡിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത്. സോ ഇത്രയാണ് ക്ലോറിനേഷൻ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫോംസ് ഓഫ് ക്ലോറിൻ. മീൻസ് ഏതൊക്കെ ഫോമിലാണ് നമ്മൾ ക്ലോറിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് 4 ഫോമാണുള്ളത്. 1 ഹൈപ്പോക്ലോറൈറ്റ്സ്, 2 ക്ലോറമൈൻ, 3 ക്ലോറിൻ ഗ്യാസ്, 4 ക്ലോറിൻ ഡയോക്സൈഡ്. ഒന്നാമത്തത് ഹൈപ്പോക്ലോറൈറ്റ്. ഇത് 2 ടൈപ്പാണുള്ളത്. 1 കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്, 2 സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതാണ് ബ്ലീച്ചിങ് പൗഡർ. ഇറ്റ് കണ്ടെയ്ൻ 30 to 35% ഓഫ് ക്ലോറിൻ. ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അതിൽ 10 to 15% ഓഫ് ക്ലോറിൻ ആണുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസിങ്. ഈ ഒരു ഹൈപ്പോക്ലോറൈറ്റ്സ് വളരെ ചീപ്പാണ് ആൻഡ് ഒരുപാട് ഫ്രീ ക്ലോറിനും ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നീട് അത് സൺലൈറ്റുമായിട്ടൊക്കെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. പിന്നീട് അതിൻ്റെ ടേസ്റ്റിനൊക്കെ പ്രോബ്ലം ഉണ്ടാക്കും വെള്ളത്തിൽ. അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. സെക്കൻഡ് ഫോം ഈസ് ക്ലോറമൈൻ. ക്ലോറമൈൻ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ വെൻ ക്ലോറിൻ ഈസ് റിയാക്ട് വിത്ത് അമോണിയ. ക്ലോറമൈന് മോണോക്ലോറമൈൻ, ഡൈക്ലോറമൈൻ, ട്രൈക്ലോറമൈൻ അങ്ങനെ പലതരത്തിലുണ്ട്. ഇതിൽ മോണോക്ലോറമൈനും ഡൈക്ലോറമൈനുമാണ് ട്രൈക്ലോറമൈനേക്കാൾ പവർഫുൾ. ഇതിൻ്റെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. പിന്നീട് ഇതങ്ങനെ ലൈറ്റുമായിട്ടോ എയറുമായിട്ടോ എക്സ്പോസ് ചെയ്താലൊന്നും ഇതിൻ്റെ സ്ട്രെങ്ത് അങ്ങനെ കുറയില്ല ബ്ലീച്ചിങ് പൗഡറിനെ അപേക്ഷിച്ച്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ലോങ് ആൻഡ് പെർസിസ്റ്റൻറ്റ് എലമെൻറ്റ്സ്. മീൻസ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെ കൊണ്ട് ഒരു സെക്കൻഡറി പ്രോബ്ലംസും വെള്ളത്തിനുണ്ടാവുന്നില്ല. സച്ച് ആസ് നോ കളർ, ടേസ്റ്റ്, ഓർഡർ, ടോക്സിറ്റി ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ബട്ട് ബാക്കിയുള്ളതിനെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ സ്ലോ ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് നെക്സ്റ്റ് ഫോം ഈസ് ക്ലോറിൻ ഗ്യാസ്. ഇത് മോസ്റ്റ്ലി യൂസ്ഡ് ഒന്നാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോമാണ് ക്ലോറിൻ ഗ്യാസ്. ഇതും വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിലൂടെ ലിക്വിഡ് ക്ലോറിനാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ഈ ലിക്വിഡ് ക്ലോറിനെ ഫർദറായിട്ട് പ്രഷർ റിമൂവ് ചെയ്യുന്നതിലൂടെ ക്ലോറിൻ ഗ്യാസ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ലിക്വിഡ് ക്ലോറിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്. യൂസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വീണ്ടും ഗ്യാസ് ആക്കി ബൈ റിമൂവിങ് പ്രഷർ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു ഗ്യാസ്. ബട്ട് ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ക്ലോറിൻ ഗ്യാസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ ഫ്രീ ക്ലോറിൻ ഉണ്ടാവുമെന്ന് പറയുന്നിട്ടുണ്ട്, ഒരു റെസിഡ്വൽ പവറായിട്ട്. പിന്നീട് ഈ റെസിഡ്വൽസ് വെള്ളത്തിലെ ഒരുപാട് അമൗണ്ടിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലെ ഓർഗാനിക് മാറ്റേഴ്സുമായിട്ട് റിയാക്ട് ചെയ്ത് ട്രൈഹാലോമീഥെയ്ൻസ് ഫോം ചെയ്യുന്നു. ട്രൈഹാലോമീഥെയ്ൻസ് എക്സാമ്പിളാണ് ക്ലോറോഫോം, ബ്രോമോഫോം എക്സെട്ര. സോ ഇതൊരു ടോക്സിക് എഫക്റ്റ് ഉള്ളൊരു ഗ്യാസാണ്. സോ ഇതിൻ്റെ ഫോർമേഷൻ ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. And now I am discussing the last form of chlorine, that is chlorine dioxide. ക്ലോറിൻ ഡയോക്സൈഡിലൂടെ ഇൻസ്റ്റൻറ്റ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം സാധിക്കുന്നു. ഇത് pH വാല്യുമായിട്ട് യാതൊരു ബന്ധവുമില്ല ക്ലോറിൻ ഡയോക്സൈഡിൻ്റെ ആക്ഷൻ. ആൻഡ് ദർ ഇസ് നോ റിസ്ക് ഓഫ് ട്രൈഹാലോമീഥെയ്ൻ ഫോർമേഷൻ അറ്റ് എനി ഡോസ്. ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് കെമിക്കൽ ആൻഡ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ടു. സോ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ ടൈപ്പ് ഓഫ് ക്ലോറിനേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ക്ലോറിനേഷനാണ് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് 7 ടൈപ്പാണുള്ളത്. 1 പ്ലെയിൻ ക്ലോറിനേഷൻ, 2 പ്രീ ക്ലോറിനേഷൻ, 3 പോസ്റ്റ് ക്ലോറിനേഷൻ, 4 ഡബിൾ ഓർ മൾട്ടിപ്പിൾ ക്ലോറിനേഷൻ, 5 ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ, 6 സൂപ്പർ ക്ലോറിനേഷൻ ആൻഡ് 7 ഡീക്ലോറിനേഷൻ.
ഒന്നാമത്തത് പ്ലെയിൻ ക്ലോറിനേഷൻ. അത് പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ക്ലോറിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ട്രീറ്റ്മെൻറ്റിനായിട്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്ലെയിൻ ക്ലോറിനേഷൻ. സെക്കൻഡ് ഈസ് പ്രീ ക്ലോറിനേഷൻ. മീൻസ് ഒരു അഡ്വാൻസ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രീ ക്ലോറിനേഷൻ. ഇവിടെ സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് വെള്ളത്തെ നൽകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യും. ഇതുമൂലം നമുക്ക് എത്ര ആഡ് ചെയ്യുന്ന amount of coagulants reduce ചെയ്യാൻ സാധിക്കും. കൂടാതെ it will improve odor and taste of water too. Next is post chlorination. ഇതൊരു സ്റ്റാൻഡേർഡ് ക്ലോറിനേഷൻ ആണ്. ഇവിടെ ക്ലോറിനേഷൻ നമ്മൾ ചെയ്യുന്നത് ഫിൽട്രേഷൻ എന്ന പ്രോസസ്സിന് ശേഷമാണ്. സോ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്ലോറിനേഷൻ. കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് നൽകപ്പെടുന്ന വാട്ടറിൽ നമുക്ക് ആ ക്ലോറിൻ്റെ കുറച്ച് റെസിഡ്വൽ പവർ നൽകാൻ സാധിക്കും. സോ ഇതിലൂടെ ഫ്യൂച്ചർ കണ്ടാമിനേഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഡബിൾ ഓർ മൾട്ടിപ്പിൾ ക്ലോറിനേഷൻ. ഇത് ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറിലാണ് ഡബിൾ ഓർ മൾട്ടിപ്പിൾ ക്ലോറിനേഷൻ ചെയ്യുന്നത്. ഇവിടെ പോസ്റ്റ് ക്ലോറിനേഷനും പ്രീ ക്ലോറിനേഷനും ഒരുമിച്ചുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡബിൾ ഓർ മൾട്ടിപ്പിൾ ക്ലോറിനേഷൻ. നെക്സ്റ്റ് ഈസ് ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ. ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ give an idea of chlorine to be added to water so as to ensure the desired amount of residual chlorine. മീൻസ് ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ ഒരു ക്ലോറിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ക്ലോറിൻ ആഡ് ചെയ്താലാണ് എത്രത്തോളം റെസിഡ്വൽ പവറായിട്ട് നമുക്ക് ക്ലോറിൻ ലഭിക്കുകയുള്ളൂ എന്ന്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ. ഈ ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ പോയിൻറ്റ് വെർ all the impurity present in the water such as reduced compound, organic compound, ammonia, urea, nitrogen compounds are oxidized by chlorine, and further chlorine added that is beyond breakpoint chlorination act as a disinfectant to kill the pathogens. Means breakpoint എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകിയ ക്ലോറിൻ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു. ആ ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വെള്ളത്തിലെ റെഡ്യൂസ്ഡ് കോമ്പൗണ്ട്സ്, അമോണിയ, യൂറിയ, നൈട്രജൻ കോമ്പൗണ്ട്സ് ആൻഡ് ഓൾ അതർ വേസ്റ്റ് ഇവയോടൊക്കെ റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു. ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫർദർ നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ പിന്നീട് അത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടും. സോ ഫർദർ റെസിഡ്വൽ പവറോടെ ഫ്യൂച്ചർ കണ്ടാമിനേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. ആക്ച്വലി മോസ്റ്റ് പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ക്ലോറിൻ നമ്മൾ ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിനാണ്. ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ എത്തുന്നതിന് മുമ്പ് ഈ ക്ലോറിൻ അമോണിയയുമായി റിയാക്ട് ചെയ്ത് ക്ലോറാമൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ പവർഫുള്ളാണ് ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ. അതാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷനെ പറ്റി ബേസിക്കായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് സൂപ്പർ ക്ലോറിനേഷൻ. The application of chlorine to water beyond the stage of breakpoint is known as superchlorination. It is most commonly added at the end of the filtration. മീൻസ് ആ ബ്രേക്ക് പോയിന്റിന് ശേഷം നമ്മൾ എത്രത്തോളം ക്ലോറിനാണ് ആഡ് ചെയ്യുന്നത് അതിനെ സൂപ്പർ ക്ലോറിനേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ബോൺ ഡിസീസൊക്കെ ബ്രേക്ക് ഔട്ടായ സ്ഥലങ്ങളിലാണ്. നമ്മൾ ഈ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എക്സസ് ആയിട്ടുള്ള ക്ലോറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. സോ അതിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഡീക്ലോറിനേഷൻ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലോറിനേഷനാണ്. പ്രോസസ് ഓഫ് റിമൂവിങ് എക്സസ് ക്ലോറിൻ ബൈ ഡീക്ലോറിനേറ്റിംഗ് ഏജൻറ്റ്സ്. ദിസ് ഈസ് ടു അവോയ്ഡ് ക്ലോറേനിയസ് ടേസ്റ്റ് ഫ്രം വാട്ടർ. മീൻസ് ക്ലോറിൻ്റെ ഒരു ടേസ്റ്റ് വാട്ടറിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനാണ് കോമൺ ആയിട്ട് നമ്മൾ ഡീക്ലോറിനേഷൻ ചെയ്യുന്നത്. നമ്മളിതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ് സൾഫർ ഡയോക്സൈഡ്, സോഡിയം തയോസൾഫേറ്റ്, സോഡിയം ബയോസൾഫേറ്റ്, ആക്ടിവേറ്റഡ് കാർബൺ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, അമോണിയ ഇവയൊക്കെ നമ്മൾ ഡീക്ലോറിനേഷന് വേണ്ടി യൂസ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ടു ഫൈൻഡ് റെസിഡ്വൽ ക്ലോറിൻ. കോമൺ ആയിട്ട് 4 ടെസ്റ്റാണുള്ളത് റെസിഡ്വൽ ക്ലോറിനെ കണ്ടുപിടിക്കാൻ. 1 ഓർത്തോടോളിഡൈൻ ടെസ്റ്റ്, 2 ഓർത്തോടോളിഡൈൻ ആർസനൈഡ് ടെസ്റ്റ്, 3 സ്റ്റാർച്ച് ആഡിൻ ടെസ്റ്റ് ആൻഡ് 4 ക്ലോറോടെക്സ് ടെസ്റ്റ്. ഈ 4 ടെസ്റ്റിലൂടെയാണ്
നമ്മൾ റെസിഡ്വൽ ക്ലോറിനെ കണ്ടുപിടിക്കുക. പേര് മാത്രം ഓർത്തു വയ്ക്കുക. Next I am discussing the last topic of this chapter, factors affecting chlorine efficiency. Important factors are turbidity, metallic compounds, ammonia compounds, pH value of water, temperature of water and contact time. ഇതിൽ turbidity decreases the efficiency of chlorine as disinfectant. കൂടുതൽ turbid ആയിട്ടുള്ള ഒരു വാട്ടർ ആണെങ്കിൽ അവിടെ ക്ലോറിൻ്റെ ഡിസിൻഫെക്ഷൻ ആക്ഷൻ കുറയും. Metallic compound presence. Second, iron and manganese if present in water, they reduce the effectiveness of chlorine. Third is ammonia compounds. It also reduces the efficiency. Fourth is pH value of water. Increased pH value reduce the effectiveness of chlorine as bactericide. And fifth is temperature of water. At lower temperature, the efficiency will be less and hence requirement of residual chlorine will be more. And last is contact time. The killing of bacteria increase with increase of contact period. Viruses are more resistant than bacteria and hence require longer time of contact and higher dose of chlorine. Means turbidity, metallic compound presence, ammonia compound if present, അത് ഡിസിൻഫെക്റ്റിംഗ് ആക്ഷനെ കുറയ്ക്കും. pH വാല്യൂ കൂടുകയാണെങ്കിലും സെയിം ആക്ഷനാണ് സംഭവിക്കുക. ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. പിന്നെ കോണ്ടാക്ട് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദ കില്ലിംഗ് ഓഫ് ബാക്ടീരിയ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് കോണ്ടാക്ട് പീരീഡ്. സോ ഇത്രത്തോളമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ഡിസിൻഫെക്ഷൻ എന്ന ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മിസിലേനിയസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഡിസിൻഫെക്ഷന് ശേഷം വരുന്ന ഒരു സ്റ്റെപ്പാണ്.